പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ പോലും വകയില്ലാതായി എല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ലെന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ ഈ കേരളം ഉണ്ടാവില്ല. ബജറ്റിലെ വ്യവസായ നിക്ഷേപ നയങ്ങളെ കോർപ്പറേറ്റ് വൽക്കരണമെന്ന് വിളിച്ച് ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ എല്ലാ വാദങ്ങളെയും അക്കമിട്ട് നിരത്തി പൊളിച്ചെഴുതുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ. വികസന കാര്യങ്ങളിൽ പതിറ്റാണ്ടുകളെ തുടരുന്ന പരമ്പരാഗത ക്ലീഷേ വാചകങ്ങൾ ഉപയോഗിച്ച് കേരളത്തിന്റെ ഭാവി തകർക്കരുതെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഭരണപരമായ വസ്തുതകളും കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചു ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം പ്രതിപക്ഷ ക്യാമ്പുകളെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വിഴിഞ്ഞം പോർട്ടിന്റെ വികസനത്തിനായാലും സംസ്ഥാനത്തൊരു ലോജിസ്റ്റിക്സ് ശൃംഖലയോ ബാച്ച് സർവീസോ തുടങ്ങാനോ ഉള്ള സാമ്പത്തിക ശേഷി നിലവിൽ സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിച്ചു. അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് ആരോഗ്യകരമായ മത്സരം ഉണ്ടാക്കുക മാത്രമാണ് പോംവഴി. തുറമുഖത്തിന് പുറത്ത് ഫിഷറീസ് എക്സ്പോർട്ടും വലിയ തോതിൽ തൊഴിലവസരങ്ങൾ നൽകുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകളും സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉയരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇൻകെൽ, കിൻഫ്ര തുടങ്ങിയ സർക്കാർ ഏജൻസികൾക്ക് വലിയ പരിമിതികളുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പൊതുമേഖലയെ മാത്രം വിശ്വസിച്ചിരുന്നാൽ കേരളം വീണ്ടും പുറകോട്ട് പോകും. പൊതുമേഖലയെ സംരക്ഷിക്കുന്നു എന്ന് വീമ്പ് പറയുന്നവർ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി തുറന്നുകാട്ടി. കേരളത്തിന് അഭിമാന സ്ഥാപനങ്ങളായ KMML, IRE, TCC എന്നിവയിൽ പുതിയ അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ട് എത്ര നാളായി? സ്ഥിരം ജീവനക്കാർ വിരമിക്കുമ്പോൾ പകരം കരാർ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയി. ടെൽക്ക്, അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ സിമന്റ്സ് എന്നിവയെല്ലാം പൂട്ടലിന്റെ വക്കിലാണ്. നിങ്ങളും ഞാനും നൽകുന്ന നികുതിപ്പണം എടുത്ത് ഉപയോഗിച്ചായിട്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പേരിൽ നിലനിർത്തുന്നത്. ഒരാൾക്ക് പോലും പുതിയതായി ജോലി നൽകാൻ കഴിയാത്ത ഈ സംവിധാനങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന് പുതിയ നിക്ഷേപങ്ങളെ തടയുന്നത് ആത്മഹത്യാപരമാണെന്ന് വി ഡി സതീശൻ പറയുന്നു. ഒരു സ്ഥലത്തും പൊതുമേഖലയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുമെന്ന് ബജറ്റിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചുള്ളതാണ്. കേരളത്തിൽ കാസർഗോഡ് അടക്കം വലിയ തോതിൽ ബോക്സൈറ്റ് ഉൾപ്പെടെയുള്ള അപൂർവ ധാതു സമ്പത്തുണ്ട്. അത് വളരെ സുതാര്യമായ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ പ്രയോജനപ്പെടുത്തിയാൽ സംസ്ഥാനത്തിന് വലിയ വരുമാനവും യുവാക്കൾക്ക് വൻതോതിൽ തൊഴിലും സൃഷ്ടിക്കാൻ കഴിയും. അല്ലാതെ കേന്ദ്ര വിവേചനത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച ഈ പ്രകൃതി വിഭവങ്ങൾ വെറുതെ ഇട്ടേക്കണം എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ നാടുവിടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. നമ്മുടെ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കിവിടെ എന്തു ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? BTech പാസ്സായി വരുന്ന മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ കഴിഞ്ഞു വരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് മാന്യമായി ജോലി കൊടുക്കാൻ തക്കവണ്ണം ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് ഇവിടെ ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ ചോദ്യം കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ചോദ്യം തന്നെയായിരുന്നു. വർഷങ്ങളായി കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വികസന നയങ്ങളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭയമില്ലാതെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞെന്ന വിലയിരുത്തലാണ് സോഷ്യൽ മീഡിയ. അനാവശ്യമായ രാഷ്ട്രീയ കടുംപിടുത്തങ്ങൾ കാരണം സംസ്ഥാനത്തെ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുന്നതിനെതിരെ മുഖ്യമന്ത്രി സ്വീകരിച്ച ഈ പ്രായോഗിക സമീപനം വലിയ കയ്യടിയാണ് നേടുന്നത്. ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടി വീഡിയോ കോൺഗ്രസ് UDF അണികൾ വേറെ ലെവൽ പ്രകടനം എന്ന പേരിൽ വൻതോതിൽ പങ്കുവെക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബജറ്റിനെതിരെ ഉയർത്തിയ പരമ്പരാഗത സോഷ്യലിസ്റ്റ് വാദങ്ങളുടെ മുനിയൊടിക്കുന്നതായിരുന്നു വി ഡി സതീശന്റെ ഈ ചീറിയടിക്കൽ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും യുവതലമുറയ്ക്ക് തൊഴിലുറപ്പാക്കാനും സ്വകാര്യ നിക്ഷേപങ്ങൾ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഈ കടുത്ത നിലപാട് വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വികസന ഭൂപടം തന്നെ മാറ്റിയെഴുതുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.